Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് 46.90 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ നല്ലൊരു ട്രെൻഡിങ് ഡേ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണുന്നുണ്ട് ഫസ്റ്റ് 10 മിനിറ്റ്സിൽ തന്നെ. അപ്പോൾ ഇന്നലെ നല്ലൊരു ഫോളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സൈഡ് വേസിലായിരുന്നു മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസവും ട്രേഡ് ചെയ്തിട്ടില്ല, നോ ട്രേഡ് ഡേ ആയിരുന്നു. സൈഡ് വേസ് ആയതുകൊണ്ട് തന്നെ ചെയ്തില്ല. അപ്പോൾ ഇന്നലെ ഒരുവിധം സൈഡ് വേസ് ആയിരുന്നു. അതിനുശേഷം പെട്ടെന്നാണ് ഈ ഒരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ പെട്ടെന്നൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ വോളറ്റൈലായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നോ ട്രേഡ് ഡേ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഡൗൺഫോളിൻ്റെ ഒരു പുൾ ബാക്കാണ്. ഇന്നലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 1 മണിക്കൂറോളം ഡൗൺ ആവുന്നത് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇന്ന് അതിൻ്റെ പുൾ ബാക്ക് എന്ന് പറയുമ്പം ഏകദേശം 24,050 ലെവൽ 24,050 ലെവലിലേക്ക് വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. 24,050 24,070 ലെവൽ, പിന്നെ അതുപോലെ തന്നെ 24,150 ലെവലിലേക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോളിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പുൾ ബാക്ക് ആയിരിക്കും ഒരു പക്ഷേ ഇന്ന് വരാൻ പോകുന്നത്. ബുള്ളിഷ് ഡേ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് എൻട്രീസിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 24,000 കോൾ ഓപ്ഷനാണ് സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. $24,000 കോൾ ഓപ്ഷൻ. അതുപോലെ തന്നെ 24,050 കോൾ ഓപ്ഷനും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ 2 സ്ട്രൈക്ക് പ്രൈസിലൊരു എൻട്രിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പുൾ ബാക്കിന് ശേഷം എൻട്രി എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം ഈ ഒരു 23,970 അല്ലെങ്കിൽ ഒരു 950 ലെവലിലേക്ക് പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 24,100ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോവർ ലെവലിലൊരു കോൾ ഓപ്ഷൻ എൻട്രിക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. 178ലാണ് 23,950 കോൾ ഓപ്ഷൻ. 1 ലോട്ട് മാത്രമേ എൻട്രി ചെയ്യുന്നുള്ളൂ. 178 ഒരു 10 പോയിൻറ്റ്സ് 15 പോയിൻറ്റ്സ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടും. ഇന്ന് ഇതുകൂടാതെ ചെയ്ത ട്രേഡ്സ് ഒരു ലോട്ട് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 624 റുപ്പീസ് ലോസാണ് ബുക്ക് ചെയ്തത്. 24,200. അത് മാർക്കറ്റിൽ ഈ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിലിൽ. അപ്പോൾ ഇതിൻ്റെ ഹൈയിൽ പോയിട്ട് എൻട്രി എടുത്തു. പക്ഷേ സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റിലായിരുന്നൊരു 10-15 പോയിൻറ്റ്സ് പ്രോഫിറ്റിലേക്ക് വന്നു. പക്ഷെ അത് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും അത് റിവേഴ്സ് മാർക്കറ്റ് റിജക്ഷൻ വന്നു. അപ്പോൾ അത് എനിക്കറിയായിരുന്നു അത് കുറച്ച് ലോസിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അതിനെ എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ 109 ലെവലിലേക്ക് എൻ്റർ ചെയ്തു. 120 ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റിൽ റിവൈസ് ചെയ്യാൻ ട്രൈ ചെയ്താണ് ഈ ഒരു 120ലേക്ക്. പക്ഷെ അത് ഇടാനായിട്ട് പറ്റിയില്ല. 117 118 ലെവലിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് 120 വൺസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഇടാൻ പറ്റൂ. അപ്പോൾ അത് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം 100ൽ എക്സിറ്റ് ചെയ്തു മാർക്കറ്റ് പ്രൈസിൽ തന്നെ. ഇപ്പോൾ നമ്മൾ 178ൽ വെയിറ്റ് ചെയ്യുകയാണ്. 23,950. അതുപോലെ തന്നെ ഈ ഒരു എൻട്രി 140യുടെ എൻട്രി 10:36 പ്ലേസ് ചെയ്ത ഓർഡറാണ്. പക്ഷേ അത് 141 വന്നിട്ടാണ് ഈ ഒരു 140 എന്നൊരു 100 പോയിൻറ്റ്സിൻ്റെ നല്ലൊരു മൊമെൻറ്റം നമുക്ക് മിസ്സായത്. അതിൻ്റെ ഹൈയിൽ പോയിട്ട് എടുത്തതാണ്. ഈ 10:42 എൻട്രി ചെയ്തതാണ്. അപ്പോൾ അതിന് മുൻപ് ഒരു 10:36 ഞാൻ ക്യാൻസൽ ചെയ്ത സമയമാണ് ഇതിൽ കാണിക്കുന്നത്.
10:36 പ്ലേസ് ചെയ്തു. പക്ഷെ ആ ഒരു ഓർഡർ നമുക്ക് ജസ്റ്റ് വളരെ ചെറിയൊരു മാർജിനിൽ മിസ്സായത്. ഇപ്പം നമുക്ക് ഒരു ലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു 1 ഡോട്ട് തന്നെയാണ്, 2 ഡോട്ട്സ് നമ്മൾ 1 ഡോട്ട് ആണ് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ 178 നമുക്ക് നോക്കാം. 178 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും കോസ്റ്റിൽ തന്നെ. ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 1.8 പ്ലേസ് ചെയ്ത ഓർഡറാണ്. ഇവിടെ ഓർഡറിൽ ടൈമിംഗ് കാണിക്കുന്നുണ്ട്. 1.8 എടുത്ത ഓർഡറാണ്. ഏകദേശം കൃത്യം 1 മണിക്കൂറായി. 2:08 സമയം. 1 മണിക്കൂറായിട്ട് ഈ ഒരു ഓർഡർ ഞാൻ പ്ലേസ് ചെയ്യുന്ന സമയത്ത് 190 to 200 ലെവലിലായിരുന്നു. അത് 220 പോയി. അതിനുശേഷം ഇപ്പോൾ അത് ഡൗൺ ആയിട്ട് 190 വന്ന് നിൽക്കുന്നുണ്ട്. 178 എൻട്രി. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഇനി ബാക്ക് ടു 220 പോവുകയാണെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് സൈഡ് വൈസ് തന്നെയാണ്. രാവിലെ ഒരു മൊമെൻറ്റം കാണാൻ പറ്റി. അപ്പോൾ ഇന്നൊരു ബുള്ളിഷ് ഡേ ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അത് ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം 24,100 വന്നതിന് ശേഷം ഒരു സൈഡ് വൈസിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടുമോ നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എൻട്രി ആക്റ്റീവ് ആയിട്ടില്ല. ഞാൻ ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യണം. അത് ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് വന്നു. യെസ്, നമ്മൾ 1.8 ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തു. യെസ്, ഇപ്പോൾ അത് 191 ലോ വന്നിട്ടുണ്ടായിരുന്നത് 179 ആണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ലെവലിലേക്ക് വന്ന് ഒരു പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. 178 ഞാൻ എക്സ്പെക്ട് ചെയ്തു. 79 വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു 205 അല്ലെങ്കിൽ 205 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. പിന്നത്തെ ടാർഗറ്റ് വരുന്നത് 225. പിന്നെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നല്ല മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു ട്രേഡിൽ. പക്ഷേ നമുക്ക് ആ ഒരു എക്സാക്റ്റ് പ്രൈസിൽ കിട്ടിയില്ല. അത് ഇനി ആ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഇനിയിപ്പോൾ ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അത് വരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇന്ന് 624 ലോസ്. കുഴപ്പമില്ല, നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഇതുപോലത്തെ ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഇന്ന് ആക്റ്റീവായിട്ട് 2 ട്രേഡും വളരെ ഹൈ അക്യുറസിയിൽ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റി. പക്ഷെ അത് വന്നില്ല. 1 പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണ് 2 ട്രേഡും പോയത്. ഇവിടെ നമുക്ക് ടൈം കാണാം. ആ ടൈം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.